ക്ഷമ ഇതിന് മറുപടി. എന്തുകൊണ്ട് ഗെലോട്ട് സംസാരിക്കുമ്പോൾ, എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി സംസാരിക്കുമ്പോൾ രാഹുലിനും അദാനിയോടുള്ള സമീപനം മൃദുത്വമുള്ളതാകുന്നു എന്ന് മാത്രമല്ല, രേവന്ത് റെഡ്ഡി പണിക്കർ ഓർക്കുന്നുണ്ടാകുമല്ലോ, ഈ മോദിയുമായി വേദി പങ്കിട്ടുകൊണ്ട് സംസാരിച്ചതൊക്കെ ക്ഷമയ്ക്കറിയാമല്ലോ. എൻ്റെ സഹോദരൻ എന്നൊക്കെയാണ് മോദിയെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണോ ഗുജറാത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് അതുപോലെ എനിക്ക് ഈ തെലങ്കാന ഉയർത്തിക്കൊണ്ടുവരണം, അതിനെന്റെ സഹോദരന്റെ സഹായം വേണമെന്നൊക്കെയാണ് അങ്ങയുടെ മറുപടി. ക്ഷമ. അപ്പം 2-3 കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് അദാനിന്ന്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ മെയ് 5 ചെയ്തിട്ടുണ്ട് അദ്ദേഹം. രണ്ടാമത്, ഇന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞല്ലോ മോദിക്ക് ദക്ഷിണ ഭാരതിലെ MPs ഇഷ്ടപ്പെടുന്നില്ല. 25 MPs ഉണ്ടായിരുന്നു കർണാടകയില്, എന്നിട്ടും ഒരു മന്ത്രി ഉണ്ടായിട്ടുള്ളൂ. എല്ലാ മറ്റേ മന്ത്രികളും ഉത്തരഭാരത. അപ്പൊ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ അശോക് ഗെഹ്ലോട്ടും വിമർശിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യം, അദ്ദേഹം രാധിക ഖേരയുടെ പേരും ആചാര്യ പ്രമോദിന്റെ പേരും എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് BJP അവർ ഈ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ അതേ സ്ക്രിപ്റ്റാണ് അവർ കൊടുത്തത് പ്രൊഫസർ ഗൗരവ് വല്ലഭ്, റോഹൻ ഗുപ്ത, രാധിക ഖേര. ഇത് BJP കൊടുക്കുന്ന സ്ക്രിപ്റ്റ്. നിങ്ങൾ ഇങ്ങനെ പറയണം, അവര് ആന്റി സനാതനാണ്, ആന്റി ഹിന്ദു ആണ്, അത് കൊടുക്കുന്ന സ്ക്രിപ്റ്റ്. എനിക്ക് ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ഇരിക്കുന്ന വ്യക്തിനോട്, ഞാൻ പേരും പറയില്ല, അവിടെ ആനന്ദ് കുമാർ ഹെഗ്ഡെ, ദിയ കുമാരി, ആനന്ദ് കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന MP, ദിയ കുമാരി എന്ന് പറയുന്നത് അവര് ഡെപ്യൂട്ടി CM രാജസ്ഥാനില്, പിന്നെ ജ്യോതി മിർദ അവിടെ കാൻഡിഡേറ്റ്, അവര് നഗോറിന്റെ കാൻഡിഡേറ്റ്, അവരെല്ലാം എന്താ പറയുന്നത്, 400 പാർ ചെയ്യേ സംവിധാൻ കോ ബദൽനെ കെ ലിയെ. ഞങ്ങൾക്ക് 400 പാർ വേണം. എന്തുകൊണ്ട് ഭരണഘടന മാറ്റണം? അവർക്ക് ഈ സംവരണം, OBC സംവരണം, SC/ST സംവരണം എല്ലാം മാറ്റാൻ. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? 2015 മോഹൻ ഭാഗവത് എന്താ പറഞ്ഞത്? ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ വി വിൽ റിമൂവ് റിസർവേഷൻ. അത് ആരും മറക്കരുത്. 2017 അവരെ നേതാവ് CP ഠാക്കൂർ എന്താ പറഞ്ഞ? റിസർവേഷൻ സംവരണം മാറ്റണം, OBC SC/ST. പിന്നെ 2021 ജയറാം ഠാക്കൂർ മുൻ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് പറഞ്ഞ് സംവരണം മാറ്റണം. അപ്പം ഇതിന്റെ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അവരെവിടെയാ പോകുന്നത്? അപ്പം അവര് പറയാ രാധിക ഖേര, ഇവിടെ അവരെ സ്വന്തം ആൾക്കാർ ലൈവ് TVയിൽ പറയുന്നതാ 400 പാർ വേണം, ഈ ഭരണഘടന മാറ്റം. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം. ഈ ഭരണഘടന അവർക്ക് വേണ്ട. അംബേദ്കറിനെ ഇൻസൾട്ട് ചെയ്യാണ് പ്രധാനമന്ത്രി സെലക്ട് ചെയ്ത ആൾക്കാരാണെന്നത് പറയുന്നത്. എപ്പോഴും ഞങ്ങൾ കേൾക്കും. ഇന്നിപ്പം പറയാം, സാം പിട്രോഡറിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ സാം പിട്രോഡറിന്റെ മേലെ നടപടി എടുത്തു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രമേശ് പിന്നൂരിന്റെ പോലെ എന്ത് നടപടി എടുത്തത്? അദ്ദേഹം പറഞ്ഞിട്ട് വേറൊരു MP അവിടെ രാജിവെച്ച് പോവുകയാണ്. എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഓട്ടോ ഓസ്ട്രേലിയൻസിനെ പോലെയും നെഗ്രിറ്റകളെ പോലെയും മംഗോളിയൻസിനെയും പോലെയാണെന്ന് പറഞ്ഞ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ എന്ത് നടപടി എടുത്തേ? രാജിവെച്ചോ? ഷമാ മുഹമ്മദ് 2-3 ആഴ്ചക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസുണ്ട്. താങ്കൾക്കെതിരെ വരെ കേസുണ്ട്. എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടി അധിക്ഷേപിക്കുന്നത്. അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. പെണ്ണുപിള്ള മര്യാദ സംസാരിക്കണം കേട്ടോ. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. അല്ലല്ല, ഇത് ശരിയല്ല. പരിധി കടന്നുള്ള പ്രയോഗങ്ങളിലേക്ക് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊന്നും ഇവിടെ വന്ന് പറയരുത്. ശരി. ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോകുന്നത്. നമുക്കത് അവിടെ അവസാനിപ്പിക്കാം.